How? ഞാൻ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഹലോ. ഓഡിയബിൾ ആണ്. ഓക്കെ ഓക്കെ. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണോ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ശരി. ഒരു 8:05 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആ ടൈമില് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ അഞ്ജിത, അങ്കിത, ഫയാസ്, റിൻഷ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാര്യം അതിനനുസരിച്ചിട്ട് എനിക്ക് സംസാരിക്കാനാണ്. നമ്മുടെ സെഷൻ ഞാനിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് MSc ഫിസിക്സിന്റെ ബൗണ്ട്ലെസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങളുടെ MSc ഫിസിക്സ് കഴിഞ്ഞ ആൾക്കാരാണോ, അതോ MSc പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളാണോ, അതോ നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ, അതൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. കാര്യം എനിക്ക് ആ രീതിയിൽ ടോക്ക് ഒന്ന് റീഓറിയന്റ് ചെയ്യാനാണ്. നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാവോ നിങ്ങൾ കറന്റ് എന്ത് ചെയ്യാണെന്ന്? MSc കഴിഞ്ഞവരാണെങ്കിൽ MSc കഴിഞ്ഞു എന്നിടുക, MSc ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ MSc സ്റ്റുഡന്റ് എന്നിടുക, ഡിഗ്രി പഠിക്കുന്നു MSc ചെയ്യണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. എനിക്ക് ആ ഓഡിയൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. MSc ഫസ്റ്റ് ഇയർ. ഓക്കെ. MSc 3 വർഷമായി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. കാര്യം നമുക്ക് നമ്മുടെ ടോക്കിന്റെ ഫോക്കസ് ആ രീതിയിൽ ചെയ്യാം, അതുകൊണ്ടാണ് കേട്ടോ. എന്നെ ഒന്ന് ഹോസ്റ്റ് എനിക്ക് പ്രസന്റ് ചെയ്യാലോ അല്ലേ? MSc കംപ്ലീറ്റ് ചെയ്തു. ഒരു മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇതിൽ ഡിഗ്രി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? MSc എടുത്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി പഠിക്കുമ്പോഴേ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോപ്പ് ഐ ആം വിസിബിൾ ആൻഡ് ഐ ആം സൗണ്ട്സ് വെൽ. ഓഡിബിൾ ആണല്ലോ, ഞാൻ എന്നെ കാണാനും കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ജോയിൻഡ് ആയിട്ടുള്ളൂ. ഹോപ്പ്ഫുള്ളി വി ഗെറ്റ് മോർ ഓഡിയൻസ് ഇൻ ടൈം ബീങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്തവരാണല്ലോ. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് CSIR നെസ്റ്റിൽ PhD ചെയ്യുന്നു. തീസിസ് സബ്മിഷൻ കഴിഞ്ഞു. നിങ്ങളെ പോലെ തന്നെ MSc ഫിസിക്സ് പഠിച്ചതിന് ശേഷം ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു. ദെൻ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് JRF ക്രാക്ക് ചെയ്തു, റിസർച്ച് ഫീൽഡിലേക്ക് എത്തി. സിൻസ് ടീച്ചിങ് പാഷനാണ്, അതോടൊപ്പം തന്നെ നമ്മളെ നെറ്റിംഗ് കോച്ചിങ് രംഗത്ത് സജീവമായിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തോളം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ IIFR-ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരികയാണ്. അപ്പോൾ IIFR-ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് സഹായിച്ചു തരാൻ പറ്റുന്നത് MSc ഫിസിക്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്ങനെയൊക്കെ നമുക്കൊരു PhD പെർസീവ് ചെയ്യാം, നല്ലൊരു കരിയർ MSc ഫിസിക്സ് പഠിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതിനുശേഷം IIFR-ന് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോ സമയം കളയുന്നില്ല നിങ്ങളെ, നമുക്ക് വേഗം തന്നെ പോവാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കരിയർ പാത്വേസ് ആഫ്റ്റർ MSc ഫിസിക്സ്. MSc ഫിസിക്സിന് ശേഷം അല്ലെങ്കിൽ MSc ഫിസിക്സ് നിങ്ങൾ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മെജോറിറ്റി ആൾക്കാരും PG എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡാണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയാണ് കേട്ടോ. നമ്മളെ +2-ന് ശേഷം എൻട്രൻസിന് പോകുന്നത് പോലെ ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ PG എടുക്കുന്നത് ഡിഗ്രിക്ക് ശേഷം. ഓക്കെ, നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ MSc ഫിസിക്സ് എടുത്തു എന്ന് വിചാരിക്കുക. MSc ഫിസിക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെല്ലാം ജോബുകളാണ് സാധ്യതയുള്ളത്, നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം. സ്ലൈഡ്സ് ചേഞ്ച് ആവുന്നുണ്ടോ? ഒരു മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ശരി, ഞാൻ ആദ്യം നമ്മുടെ ഇതിലേക്ക് നോക്കുന്നത് ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ സയന്റിഫിക് സെക്ടറിൽ നമുക്ക് എന്തെല്ലാം ജോലികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. MSc ഫിസിക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ജോലി കിട്ടാൻ സാധ്യത ഉള്ളത് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള ISRO അല്ലെങ്കിൽ VSSC, ബാർക്ക്, DRDO പോലുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. ISROയിലേക്ക് പല പൊസിഷനുകളിലേക്കും നോട്ടിഫിക്കേഷൻസ് വരും. അവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തൊട്ട് സയന്റിസ്റ്റ് പൊസിഷൻ വരെ വെറും MSc ഫിസിക്സ് ക്വാളിഫിക്കേഷൻ വച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്ത് കയറാൻ പറ്റും. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഈ സൈറ്റുകൾ നിങ്ങൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു വഴി. അതുപോലെ തന്നെയാണ് ബാർക്കിലേക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കയറാനും ഈ പറയുന്നത് പോലെ അതിന്റെ സൈറ്റ് യൂഷ്വലി ഒരു മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ആ ടൈമിലാണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരാറുള്ളത്. അത് അപ്ലൈ ചെയ്തിട്ട് ആ എൻട്രൻസ് എഴുതുക എന്നുള്ളതാണ്. ദെൻ DRDOയിൽ പല സമയങ്ങളിലും PhD പൊസിഷൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ പൊസിഷൻസിലേക്ക് പോസ്റ്റ് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് CSIR ലാബ്, അതായത് ഇൻഡസ്ട്രിയൽ റിസർച്ച് കൂടുതൽ നടക്കുന്ന ലാബുകളാണ് CSIR ലാബുകൾ. ഏതാണ്ട് 38ഓളം ലാബുകളുണ്ട് ഇന്ത്യയിൽ. അതിലേക്കും PhD സ്കോളറായിട്ട് നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ പൊസിഷൻസിലേക്ക് MSc ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ജോയിൻ ആവാൻ പറ്റും. ഓക്കെ, ഈ മേജർ സെക്ടറുകളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്? നമ്മൾ MSc ഫിസിക്സ് പഠിക്കുന്ന സ്ഥാപനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന സ്ഥാപനത്തിലെ കോഴ്സ് എല്ലായിടത്തും ഒരുപോലെ അല്ല. ചില സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക് സ്പെസിഫിക്കേഷൻ ആയിരിക്കും, ചിലങ്ങളിൽ എക്സ്പെരിമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യും. ചില IITസിൽ നിങ്ങൾ പോകണമെങ്കിൽ ഓരോ IITക്ക് അനുസരിച്ചിട്ട് അവരുടെ കോർ സബ്ജക്ട് മാറും. ചിലയിടത്ത് ന്യൂക്ലിയർ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, ചിലയിടത്ത് മെക്കാനിക്കൽ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ റിസർച്ച് ആവാം, അല്ലെങ്കിൽ സിമുലേഷൻ ആവാം, ഇൻസ്ട്രുമെന്റേഷൻ ഡെവലപ്മെന്റ് ആവാം, മേ ബി ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ആവാം. എങ്ങനെ ഇതിലേക്ക് കയറാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് ഒരു മേജർ ആയിട്ടുള്ള ഒരു പാത്വേ ആണ് ഗേറ്റ്. പിന്നെ UGC CSIR നെറ്റ്, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് തരുന്ന എൻട്രൻസ് ടെസ്റ്റുകൾ ഒക്കെ നമുക്ക് ഇതിലേക്ക് കയറി പറ്റാൻ ഉള്ള ഒരു വഴിയാണ്. PhD ഇവിടങ്ങളിലേക്ക് കയറുന്നതിന് പ്രിഫറബിൾ ആണ്. കാര്യം PhD ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് പൊസിഷൻസിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾസോ അവിടെ ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു PhD അവാർഡ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, കാര്യമില്ല. ഇവിടെ എല്ലാം വിത്തിൻ ദ ഏജ് ലിമിറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കയറാൻ പറ്റൂ. സോ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണ് MSc ഫിസിക്സിന് ശേഷം നിങ്ങൾക്ക് ടീച്ചിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് BEdന് PGക്ക് ശേഷം BEdും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് നാഷണൽ ലെവലിൽ കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയങ്ങൾ, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ആ സ്റ്റേറ്റിന്റെ ഹയർ സെക്കൻഡറി ഡിവിഷൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. HSST പോലുള്ള പരീക്ഷ എഴുതി നിങ്ങൾക്ക് ടീച്ചറായി മാറാൻ പറ്റും. കൂടാണ്ട് പബ്ലിക് സെക്ടറിൽ അത് MSc ഫിസിക്സ് തന്നെ ആവണമെന്നില്ല, ഒരു PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ഓഫീസർ റോളുകളിലേക്ക് UPSC നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതിയാൽ മതി, നിങ്ങൾക്ക് കയറാം. വളരെ ഗ്രോ ചെയ്തു വരുന്ന ഒരു സെക്ടറാണ് ഡേറ്റ സയൻസ് ആൻഡ് IT. അവിടെ നിങ്ങൾക്ക് ഈ സെക്ടറുകളിലേക്കും പരീക്ഷ എഴുതി കയറാവുന്നതാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിലേക്കാണ്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ ഇന്ത്യ കയറി വരികയാണ്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സസ്റ്റൈനബിൾ എനർജി മറ്റൊരു മേജർ ഏരിയ ആണ്. പിന്നെ ഒപ്റ്റിക്കൽ ആൻഡ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഡെവലപ്മെന്റ്സ്, ഈ ഏരിയയിലൊക്കെ നമുക്ക് കയറി പറ്റാൻ പറ്റും പബ്ലിക് സെക്ടറിൽ. വേറൊന്ന് ഞാൻ പറയുന്നു, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതുപോലുള്ള ഏരിയകളിൽ നമുക്ക് ഗേറ്റ് ഒരു 60 മാർക്കിന് മുകളിൽ, അതായത് ഒരു ടോപ്പ് 100-നകത്ത് ഗേറ്റ് നിങ്ങൾ റാങ്ക് എടുക്കുകയാണെങ്കിൽ ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ജോലി കിട്ടും. ഓക്കെ, നൗ ഇത് കൂടാണ്ട് വേറൊരു ഏരിയ ആണ് മെഡിക്കൽ ഫിസിക്സ്. അത് മെഡിക്കൽ ഫിസിക്സ്, അതായത് ഫിസിക്സ് നിങ്ങൾ MSc ചെയ്യുമ്പോൾ മെഡിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഏരിയയിലേക്ക് കയറാൻ പറ്റൂ. സോ അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മെഡിക്കൽ ഏരിയ. അപ്പോൾ ജോബിന്റെ സെക്ടർ നമ്മൾ പറഞ്ഞു, സയന്റിസ്റ്റ് പൊസിഷൻസ് കവർ ചെയ്തു, ടീച്ചിങ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്നുള്ള ഒരു ഏരിയ ഇതാണ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റി. എങ്ങനെ നമുക്ക് ഒരു റിസർച്ച് സ്കോളറായി മാറാം? ഇത് ഒരു റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി നിങ്ങളൊരു വെൽ പ്ലാൻഡ് ആയിട്ട് സമയം കളയാണ്ട് റിസർച്ചിന് പോയി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാര്യമുണ്ട്. അതേസമയം നിങ്ങളൊരു പാഷനേറ്റ് റിസർച്ചർ ആണെങ്കിൽ നിങ്ങൾ കുറെ സമയം എടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്കൊരു സെക്യൂർ ജോബിലേക്ക് എത്താൻ സാധ്യത കുറയും. കാര്യം ഇന്ത്യയിലെ സയന്റിസ്റ്റ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് വയസ്സ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. അതിനുശേഷം 35 സീനിയർ പ്രൊഫസർഷിപ്പ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനു മുമ്പ് തന്നെ നിങ്ങൾ PhD എല്ലാം കംപ്ലീറ്റ് ആയി PhD അവാർഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സയന്റിസ്റ്റ് പൊസിഷൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ റിസർച്ചിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ MSc ഫിസിക്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസർച്ചിലേക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് നമുക്കതൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് PhD പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടൈം റിസർച്ച് കരിയേഴ്സ് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സയന്റിഫിക് പൊസിഷൻസ്, അതായത് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൊളാബറേഷൻസ് വർദ്ധിപ്പിച്ച് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാം. നിങ്ങൾ റിസർച്ചർ ആയിട്ട് കൊണ്ട് തന്നെ, ഒരു സയന്റിസ്റ്റ് ആവണമെന്നില്ല, ആസ് എ റിസർച്ചർ ഇത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് കരിയർ ബിൽഡ് ചെയ്ത് പിന്നീട് ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രൊഫസറായിട്ടോ സയന്റിസ്റ്റ് ആയിട്ടോ എല്ലാം മാറാം. ഓക്കെ, പക്ഷെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്താണ്? ഒന്ന്, നമുക്ക് യൂണിവേഴ്സിറ്റീസ് തരുന്ന ഫണ്ടിങ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ 12,000, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഫണ്ട് 12,000 രൂപയുള്ളൂ. കാര്യം യൂണിവേഴ്സിറ്റി തരുന്ന ഫണ്ട് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ 20,000 നമ്മൾ ലാബിൽ പോയി നമ്മുടെ പാഷന് വേണ്ടി വർക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു റെമ്യൂണറേഷനോടെ വേണം, അത് ഡീസെന്റ് ആയിരിക്കണം. പക്ഷേ ഈ യൂണിവേഴ്സിറ്റീസ് തരുന്ന ഇത്രയേ ഉള്ളൂ. അതേസമയം നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫെലോഷിപ്പോട് കൂടി എന്ത് ചെയ്യാം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എൻറോൾ ചെയ്യാം. അതിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ് UGC നെറ്റ് JRF പരീക്ഷ. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ MSc ഫിസിക്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് ആ സിലബസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. വലിയ സംഭവമൊന്നുമില്ല ഈ പരീക്ഷ. എല്ലാ ഏരിയയും നന്നായിട്ട് ടച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് തല കറങ്ങും. കാര്യം നമ്മൾ MScക്ക് പഠിക്കുമ്പോൾ പാസ്സാവാൻ വേണ്ടി കുറെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് പഠിക്കുന്നു. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വരുന്നില്ല. ഇതാണ് പ്രശ്നം. അവിടെയുള്ള ഓരോ പ്രോബ്ലവും ഓരോ എക്സ്പെരിമെന്റ്സ് ആണ്. ഫിസിക്സിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റുവേഷനെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൂവ് ചെയ്യപ്പെടുന്നത് യു ആർ ഗുഡ് ഇനഫ് ടു ജോയിൻ ആസ് എ പ്രൊഫസർ ഓർ ജോയിൻ ആസ് എ റിസർച്ചർ ഇൻ എ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അപ്പോൾ CSIR നെറ്റ് ആണ് ഒരു ഈസിയസ്റ്റ് വേ. മറ്റൊന്ന് ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഗേറ്റ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്ന IITs ആണ്. ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ CSIR-ന് അത്ര ഫെലോഷിപ്പ് ഇല്ല. CSIR-ന് ആദ്യത്തെ 2 വർഷം നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 42,000 രൂപയും ഫെലോഷിപ്പ് 35,000 രൂപയും 2 വർഷത്തിന് ശേഷം സീനിയർ റിസർച്ച് ഫെലോ ആവുമ്പോൾ 42,000 രൂപയും കിട്ടും. ഇതിന് പുറമെ HRA, നിങ്ങൾ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു 18%, അതായത് SRF ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപ കിട്ടും. ഇത് കൂടാണ്ട് നിങ്ങളുടെ റിസർച്ച് ഗ്രാന്റ് എന്നും പറഞ്ഞ ഒരു 10,000 രൂപ 6 മാസത്തിൽ വീണ്ടും കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 60,000 രൂപ അടുപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു സംഭവമാണ് JRF ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന. ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിഫിക്കേഷൻ വച്ചിട്ട് നമുക്ക് IITs അല്ലെങ്കിൽ ഗേറ്റ് വെച്ച് എൻറോൾ ചെയ്യപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 30,000 രൂപ, ചില സ്ഥലങ്ങളിൽ 40,000 രൂപ, ചില സ്ഥലങ്ങളിൽ 25, ആ രീതിയിലുള്ള പേയ്മെന്റുകളാണ് കിട്ടുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോജക്റ്റ്. ഇപ്പൊ നമ്മൾ ഒരിടത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ആ പ്രോജക്റ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ പ്രോജക്റ്റിന്റെ ഫണ്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ ജസ്റ്റ് കൂടുതലായിട്ടും ഒരു ടഫ് എക്സാം ആണ് ജസ്റ്റ് നമുക്ക് IISc, IISER പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പ്രിഫർ ചെയ്യുന്ന എക്സാം ആണ് ജസ്റ്റ്. ഏതാണ്ട് ഒരു 35,000 രൂപ, 42 നെറ്റിന്റെ അതേ ഫെലോഷിപ്പ് ഇവിടെയും കിട്ടുന്നുണ്ട്. മറ്റൊന്ന് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാംസ്, അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ക്യുസാറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, എൻട്രൻസ് വിളിക്കും. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് വേണ്ടിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻറോൾ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോഷിപ്പ് വളരെ കുറവാണ് യൂണിവേഴ്സിറ്റികൾ തരുന്നത്. ചില യൂണിവേഴ്സിറ്റികളിൽ 20,000 വരെ കിട്ടും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ലെസ്. നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവാം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചിയിൽ താമസിക്കുന്ന ആള് കൊച്ചിയിൽ തന്നെ റിസർച്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചു, JRF കിട്ടി. ആ JRF കൊണ്ട് നിങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് തരുന്നത് UGC ആയിരിക്കും, എമൗണ്ട് കിട്ടും.
അതേസമയം യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് ആ യൂണിവേഴ്സിറ്റി തരുന്നതായിരിക്കും, അത് നോമിനൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ 4 മേജർ എക്സാംസ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് റിസർച്ച് ഫീൽഡിലേക്ക് കയറാം. മറ്റൊരു എളുപ്പ വഴിയുണ്ട്, ഇൻസ്പയർ ഫെലോഷിപ്പ്. ഞാൻ അതിവിടെ കൊടുത്തിട്ടില്ല. അതായത് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ MSc പഠിക്കുമ്പോൾ ടോപ്പ് റാങ്കർ ആണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെലോഷിപ്പ് ആണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. DST ആണ് തരുന്നത് കേട്ടോ. അപ്പോ ആ ഫെലോഷിപ്പ് വെച്ച് നിങ്ങളൊരു പ്രൊപ്പോസൽ കൊടുക്കണം, ഞാൻ ഇന്ന വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അംഗീകരിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ചെയ്യാം. ഇന്ത്യയിൽ മേജറായിട്ട് ഒരുപാട് ഏരിയകളിൽ റിസർച്ച് നടക്കുന്നുണ്ട്. അതിൽ മേജർ ഏരിയകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഞാൻ വർക്ക് ചെയ്യുന്നത് മെറ്റീരിയലിലാണ് കേട്ടോ. ലിക്വിഡ് ക്രിസ്റ്റൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഡിവൈസസിലാണ് എൻ്റെ വർക്ക്. ആസ്ട്രോഫിസിക്സ് ആൻഡ് കോസ്മോളജിയിൽ വർക്ക് നടക്കുന്നുണ്ട്, മെറ്റീരിയൽ സയൻസിലുണ്ട്, ന്യൂക്ലിയർ ഫിസിക്സിൽ വർക്കുണ്ട്, പ്ലാസ്മ ഫിസിക്സ്, ക്വാണ്ടം ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് റിസർച്ച് ഡൊമൈൻ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷ ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്താ വഴി? പ്രോജക്റ്റ് ബേസ്ഡ് റിസർച്ച് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കയറാം. പക്ഷെ ഇവിടെ ഒരു കടമ്പയുണ്ട്. ഈ പൊസിഷനിലേക്ക് നിങ്ങൾ കയറണമെങ്കിൽ ആ പൊസിഷനിലേക്ക് വിളിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുമല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മുമ്പൊക്കെ വെറും MSc ഫിസിക്സുകാരെ വിളിച്ചിരുന്നു. MSc ഫിസിക്സ് ഉണ്ടെങ്കിൽ വരാം പ്രോജക്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് തരണമെങ്കിൽ, നിങ്ങൾക്ക് സാലറി കിട്ടണമെങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ നാഷണൽ ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്യണം. ഒന്നുകിൽ നെറ്റ്, ഗേറ്റ്, JRF ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, JRF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാൻ എളുപ്പമാണ്. കാര്യം ഓൺ ഫെലോഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു റിസർച്ച് ഗൈഡ് നോക്കുമ്പോൾ സ്വന്തമായിട്ട് ഫെലോഷിപ്പ് UGC കൊടുക്കുന്ന കുട്ടിയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഗൈഡ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അതേസമയം ഗേറ്റ് നെറ്റിന്റെ ഒക്കെ ഉള്ള ഒരു റിസ്ക് എന്ന് വെച്ചാൽ അതൊരു പ്രോജക്ട് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നെറ്റ് ക്ലിയർ ചെയ്തെന്ന് വെച്ചോളൂ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. അപ്പൊ ആ ഗൈഡിന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കും, ആ പ്രോജക്റ്റിലേക്ക് വർക്ക് ചെയ്യാനായിരിക്കും നിങ്ങളെ എടുക്കുന്നത്. അപ്പൊ ആ പ്രോജക്റ്റിന്റെ ഫണ്ട് തീരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് എപ്പോഴും എയിം ചെയ്യുമ്പോൾ JRF കിട്ടുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, എയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രോജക്റ്റ് ബേസ്ഡ് റിസർച്ച് പൊസിഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ നെറ്റോ ഗേറ്റോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഗൈഡിനോടൊപ്പം നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് പൊസിഷനിലേക്ക് കയറി വർക്ക് ചെയ്യാം. മുമ്പ് MSc മാത്രം മതിയായിരുന്നു, ഇപ്പോ MSc മാത്രം കൊണ്ട് കിട്ടൂല, അത്രമാത്രം കോമ്പറ്റീഷനാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് നടക്കുമ്പോൾ ഒരു പൊസിഷനിലേക്ക് വരുന്നത് 30-40 കുട്ടികളാണ്. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു JRF ഉണ്ടെങ്കിലോ ഈസി. കാര്യം JRF ക്ലിയർ ചെയ്ത് വരുന്ന പിള്ളേർ കുറവാണ്. അപ്പം നമുക്ക് JRF ഉണ്ടെങ്കിൽ അവിടെ അത്രയും അനന്തമായ സാധ്യതയുണ്ട്, പെട്ടെന്ന് നമ്മളെ സെലക്ട് ചെയ്യും. കാര്യം ഫണ്ടിങ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഈ ഗൈഡിന് ഒരു തലവേദനയാണ്. ഗൈഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് സാലറി ഇല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ JRF ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ അവർക്കില്ല. അതുകൊണ്ട് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് JRF ഫെലോസിനെയാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പ്രോജക്ട് ബേസ്ഡ് പൊസിഷൻസ് എവിടെയെല്ലാം ഉണ്ട്? ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലുണ്ട്, DST ബേസ്ഡ് പ്രോജക്റ്റുകളുണ്ട്, പിന്നെ നമ്മുടെ CSIR ലാബുകളിലുണ്ട്. എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പൊസിഷൻസിൽ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ പൊസിഷൻസിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നെറ്റ് മാത്രം ക്ലിയർ ചെയ്ത് ഈ പൊസിഷനിൽ കയറി എന്ന് വെച്ചോളൂ. അവിടെ നിന്ന് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു PhD പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഗൈഡിന് പറ്റിയേക്കാം. ഉറപ്പൊന്നുമില്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗൈഡ്. ഓക്കെ, ദെൻ ഫണ്ടിങ് ആണ്. മേജർ ഫെലോഷിപ്പുകളെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, CSIR UGC നെറ്റ് ആണെങ്കിൽ ബേസിക് ഫെലോഷിപ്പ് 37 ആണ്, പ്ലസ് HRA ഉണ്ട്. അപ്പോൾ അത് അറൌണ്ട് ഒരു 45 ഉണ്ടാവും ആദ്യം തന്നെ. പിന്നെ 3 വർഷത്തിന് ശേഷം ബേസിക് പേ 42, HRA ഒരു 7,000, അറൌണ്ട് 50, പിന്നെ കണ്ടിജൻസി ഗ്രാന്റ് എല്ലാം കൂടെ ഒരു 55-60 അടുപ്പിച്ച് നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഉണ്ടാവും. ഇൻസ്പയർ ഫെലോഷിപ്പ് 25K ആണ്. ആൻഡ് ഈ ഫെലോഷിപ്പിന്റെ ഡ്യൂറേഷൻ 5 വർഷമാണ്. JRF കിട്ടി, കുറെ കാലം ഇതും കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അതിരിക്കുന്നത് റിസ്ക്കുമാണ്. എന്തുകൊണ്ടാ? കാര്യം 32 വയസ്സ് വരെ നമുക്ക് എന്തുള്ളൂ, സയന്റിസ്റ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഹയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറാൻ അവസരമുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, JRF ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. എന്നിട്ട് പോസ്റ്റ് ഡോക്ടർ പൊസിഷനിലേക്ക് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ സയന്റിസ്റ്റ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചർ ആയിട്ട് നിങ്ങൾക്ക് മാറാം. ഓക്കെ,
ദെൻ ഇത് എങ്ങനെയാണ് മറ്റൊന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട്, IIC ബാർക്കൊക്കെ. അപ്പൊ ആ ട്രെയിനിങ് പ്രോഗ്രാം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റ് നിങ്ങൾ നോക്കുക, ആ സൈറ്റിലേക്ക് ഈ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ വരും. ഇത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റുകൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് പൊസിഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങളെ അക്യൂർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഒരുപാട് സാധ്യതകളാണ്. IITs, IISs, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. സോ ഇതാണ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഈ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യേണ്ട എക്സാംസ് ആണ് ഗേറ്റ്, CSIR നെറ്റ് ഒക്കെ. അപ്പോ നമ്മുടെ എയ്ഫർ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. CSIR നെറ്റിന്റെയും ഗേറ്റ്, ജസ്റ്റ്, TIFR, IIT JAM ഫിസിക്സ്, HSST ഫിസിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് നെസസറി ആണോ സാറേ? ഒരിക്കലും കോച്ചിങ് നെസസറി ആണെന്ന് ഞാൻ പറയില്ല. നിങ്ങളെ MSc പഠിച്ചത് തറവായിട്ടാണ് പഠിച്ചത്, നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ആ പരീക്ഷ ക്ലിയർ ചെയ്യാം, എഴുതി നോക്കിയാൽ മതി. അതേസമയം നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, MScയിലെ പല കൺസെപ്റ്റുകളും മനസ്സിലാവാതെയാണ് പഠിച്ചത്, അങ്ങനെയാണെങ്കിൽ ഒരു കോച്ചിങ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മുടെ ഈ കോച്ചിങ് സിസ്റ്റത്തിൽ നമ്മൾ MScയുടെ കംപ്ലീറ്റ് സിലബസും ബേസ്ഡ് ഓൺ CSIR നെറ്റ് കൺസെപ്റ്റ് ഓറിയന്റ് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയാലും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ കൺസെപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകളെല്ലാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ പഠിച്ചതിൽ വിശ്വാസം ഇല്ലെങ്കിൽ യു ക്യാൻ ചൂസ് അസ്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് മോഡുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഓൺലൈൻ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ് ഈ ബാച്ചിലേക്ക് നമ്മൾ നടത്തുന്നത്. ലൈവ് ക്ലാസ്സുകൾ നമുക്കുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കൂടാണ്ട് നമുക്ക് ഓഫ്ലൈൻ സെന്ററും ഉണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെന്റർ ട്രിവാൻഡ്രത്താണ്. ആ സെന്ററിലാണ് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. കൂടാണ്ട് സപ്പോസ് നിങ്ങൾ ഇവിടെ ഈ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സെഷൻസ് അവതരിപ്പിക്കും. അതിനുശേഷം ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരും. അല്ല, അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ഡെയിലി പ്രാക്ടീസ് സെറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഓരോ ആഴ്ചയും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നെറ്റിന്റെ എക്സാം വരും. അപ്പോൾ ഒരു ഹ്യൂജ് സിലബസ് നമുക്ക് വെറും 6 മാസം കൊണ്ട് കവർ ചെയ്തെടുക്കണം. അതത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. ഇത്രയും സാധനം നിങ്ങൾ 2 വർഷം പഠിക്കുന്ന സാധനം പ്രോബ്ലമാറ്റിക് ആയിട്ട് പഠിച്ച് 6 മാസത്തിൽ തീർക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിച്ചാൽ തന്നെ അവസാനം എത്തുമ്പോൾ ആദ്യത്തത് മറന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വീക്കെൻഡ് നമ്മൾ പരീക്ഷകൾ നടത്തും. നിങ്ങൾക്ക് ആ വീക്കിൽ പഠിച്ചത് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതി ക്ലിയർ ആയോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നീട് ക്യുമുലേറ്റീവ് എക്സാംസ് നമ്മൾ നടത്തും. അതായത് 2-3 പേപ്പറുകളൊക്കെ കഴിയുമ്പോൾ മാസത്തിൽ ഒരിക്കലുള്ള ഒരു പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എനി ടൈം ഐ എം അവൈലബിൾ. ഡൗട്ട് ക്ലിയറൻസിന് ഞാനിവിടെ ഉണ്ടായിരിക്കും. ഞാൻ മാത്രമല്ല, നമ്മുടെ ഒരു വലിയൊരു പാനൽ തന്നെ ഉണ്ട്. IITസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ തന്നെ സുഹൃത്തുക്കള് ഈ വർഷം തന്നെ PhD സബ്മിറ്റ് ചെയ്തിട്ട് ഈ സംരംഭത്തിനോടൊപ്പം ചേരുന്നുണ്ട്. അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ഫാക്കൾട്ടി പാനൽ എല്ലാം വളരെ സ്ട്രോങ് ആണ്. അതായത് എല്ലാവരും JRF ക്വാളിഫൈ ചെയ്ത റിസർച്ച് ചെയ്യുന്ന നാഷണൽ ലെവലിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IIT ബോംബെ, IIT തിരുപ്പതി, NITസിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഫെലോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ബാക്കി കോഴ്സ് സ്ട്രക്ചർ, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓഫീസുമായി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അപ്പോൾ അവര് പ്രൊവൈഡ് ചെയ്യും. ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് i4 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ദെൻ ഓഫ്ലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സയോറ എജു
ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തേക്ക് വരാം, ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സമാധാനത്തിൽ പഠിച്ചെടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ സെഷൻ റെക്കോർഡഡ് ആണ്. അപ്പോൾ MSc ഫിസിക്സ് കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മൾ വിശദമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്ത ആൾക്കാർ നാളെ എന്റെ റെക്കോർഡഡ് സെഷൻ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ മിസ് ചെയ്യാണ്ട് കാണുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് MSc ഫിസിക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കോച്ചിങ് അസിസ്റ്റൻസ് വേണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഈ ലേറ്റ് ആയിട്ട് വന്ന ആൾക്കാരോടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. MSc ഫിസിക്സിന് ശേഷം ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള സാധ്യതകളെ പറ്റിയിട്ടാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് സയന്റിസ്റ്റ് പൊസിഷൻസിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെടാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞു. ദെൻ ഫെലോഷിപ്പുകളെ പറ്റി പറഞ്ഞു. അവസാനമാണ് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിനെ പറ്റി ഞാൻ സംസാരിച്ചത്. ലാസ്റ്റ് കോച്ചിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമാണ് പല ആൾക്കാരും ജോയിൻ ചെയ്തത്. ഇനി ഒരു കാര്യം ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ പറയാം. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങൾ MSc ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാർ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് MScയുടെ പ്രോജക്റ്റ് ചെയ്യാം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പബ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള സാധ്യത ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദർ ഈസ് എ ചാൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി PhD ചെയ്യാൻ പറ്റും. അതൊരു കംപ്ലീറ്റ്ലി ഒരു വെബിനാറിന്റെ സെഷനാണ്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വെബിനാർ തന്നെ വയ്ക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് പുറത്തേക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുക? എൻ്റെ തന്നെ സുഹൃത്തുക്കൾ അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. അവരെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ ഒരു വെബിനാർ വയ്ക്കാം. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ ഇന്ന് പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഇവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്യാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാലോ. ജാവേദ് സാർ സ്റ്റോപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് റെക്കോർഡ് സെഷൻ ഒക്കെ കൊടുക്കാം. ഓക്കെ. നമുക്ക് ഓരോരുത്തർക്ക് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തവർക്കൊക്കെ റെക്കോർഡ് സെഷൻ പേഴ്സണലി കൊടുക്കാം. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് വെദർ യു ആർ ജോയിനിങ് ഫോർ ദ കോഴ്സ് ഓർ നോട്ട്, അല്ല, ഈ ക്ലാസ്സുകളിൽ നമ്മൾ ലൈവ് സെഷൻസ് പ്ലസ് ചില ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. നമ്മൾ കോഴ്സ് ഫൗണ്ടേഷൻ അടക്കമുള്ള കോഴ്സുകൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് നെറ്റിന്റെ മാത്രം സിലബസ് നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. അതുകൊണ്ട് നമ്മൾ +2 ലെവലിലുള്ള കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ സെഷൻസ് കൂടെ നിങ്ങൾ കാണണം. എന്നാലേ നമുക്ക് ഒരു നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. ബേസിക് മാത്സ്, ബേസിക് മെക്കാനിക്സ്, അത് റെക്കോർഡഡ് ആയിരിക്കും. അത് ലൈവ് ആയിരുന്നു ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ ബേസിക് കോഴ്സ് നമ്മൾ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ ലൈവ് ആയിരിക്കും. ക്ലാസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക് മെക്കാനിക്സിന്റെ ക്ലാസ് ഒരു 10 സെഷൻസോളം ആയിട്ടുണ്ട്. ആ സെഷൻസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത ആപ്പിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് 1-2 ദിവസം എടുത്ത് കണ്ടു തീർക്കാന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലൈവായിട്ട് തരും. നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ബാച്ചിൽ ഒരു ഫീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 18,999 ആണ്.
അത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. ഫീസ് സ്ട്രക്ചറെ പറ്റിയിട്ട് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. അത് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നാളെ ഓഫീസിൽ നിന്ന് മിക്കവാറും കോൺടാക്ട് ചെയ്യും. സാർ നാളെ കോൺടാക്ട് ചെയ്യില്ലേ അവരെ? കോണ്ടാക്ട് ചെയ്യുന്നതാണ്, പേഴ്സണലി കോണ്ടാക്ട് ചെയ്യും ഓരോരുത്തരെ. കോൺടാക്ട് ചെയ്യും. അത് ഡീറ്റെയിൽസ് എല്ലാം നാളെ തരും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ താമസിക്കരുത്. കാര്യം നമ്മൾ മെക്കാനിക്സിന്റെ ബേസിക് സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ആ സെഷൻ നിങ്ങൾ ഒന്ന് കണ്ട് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് ചില ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന ക്ലാസ് കാണാൻ വേണ്ടി പറയും. എന്നിട്ട് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. മക്കളെ, ധൈര്യമായിട്ട് ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഉറപ്പ് തരാം. നമ്മൾ സിലബസ് മെയ് കൊണ്ട് ഫിനിഷ് ചെയ്യും. എന്നിട്ട് ഒരു ക്രാഷ് ട്രയലും കൂടെ നടത്തും. അതായത് ഇത്രയും സാധനം നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, റിവൈൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫുൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സെഷനും കൂടെ നമ്മൾ വയ്ക്കും. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് നമ്മളോടൊപ്പം കയറി പോന്നോളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ തരുന്നുണ്ട്. അറ്റ് എനി ടൈം ഐ വിൽ ബി അവൈലബിൾ. ഓക്കെ. പിന്നെ ഞാൻ ഇടയ്ക്കൊരു ടെസ്റ്റുകളൊക്കെ ഇട്ട് നിങ്ങളുടെ ലെവല്, നിങ്ങളുടെ പേസ് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്തു, എന്താണ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. MSc കുട്ടികളാണ് എങ്കിൽ, അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറും പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റി വെക്കണം. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേസിന് പതിയെ പതിയെ പഠിച്ചു വന്നാൽ മതി. നിങ്ങൾ റഷ് ചെയ്യേണ്ട. റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ട്. നമ്മൾ ലൈവ് തരുന്ന ക്ലാസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിലും കൂടെ വയ്ക്കും. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഒഴിവാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്തു, ക്ലാസ് കയറാൻ പറ്റിയില്ല, അന്നത്തെ ക്ലാസ് നമ്മൾ റെക്കോർഡ് തരും. അത് നിങ്ങൾക്ക് കാണാം. ഇല്ലില്ല, സെയിം സിലബസ് ആണ്. ഞാൻ പറയട്ടെ, MSc ഫിസിക്സിന് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു കോർ കോഴ്സ് കാണും. ഇപ്പൊ IIT ചെന്നൈയിൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മെക്കാനിക്സ് ആയിരിക്കും അവരുടെ കോർ കോഴ്സ് ആയിട്ട് വരാൻ സാധ്യത. ഇപ്പോ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ കോർ കോഴ്സ് ഇലക്ട്രോണിക്സ് ആണ്. ബാക്കി മേജർ പേപ്പറുകളെല്ലാം മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ചില ഭാഗങ്ങൾ എല്ലായിടത്തും കാണും. ക്വാണ്ടം മെക്കാനിക്സ് എല്ലായിടത്തും പഠിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗേറ്റിന്റെയും നെറ്റിന്റെയും സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആണ്, സെയിം സാധനമാണ്. അതിൽ ഗേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കും. ഈവൻ നിങ്ങൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്താലും നിങ്ങൾക്ക് ഗേറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ നെറ്റിന്റെ ലെവലിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗേറ്റിന് ടോപ്പ് റാങ്കിലേക്ക് എത്താം. ടോപ്പ് റാങ്ക്. നമ്മുടെ പ്രീവിയസ് നമ്മുടെ ഫാക്കൾട്ടി ആയിട്ടുള്ള രാഹുൽ നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച് JRF ക്ലിയർ ചെയ്ത ആളാണ്, IIT തിരുപ്പതിയിലുള്ളത്. പിന്നെ നമ്മുടെ ഒരുപാട് കുട്ടികൾ IIST ട്രിവാൻഡ്രത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പുറത്തേക്ക് റിസർച്ചിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ അത്തരം വെബിനാർസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. കാര്യം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വെബിനാർസ് എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ MSc പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മന്ത് കൊണ്ടുള്ള ഒരു കോഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആക്ച്വലി ഞാൻ ശ്രമിക്കേണ്ടത് എന്താ, നിങ്ങൾ കോഴ്സ് എടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒരു 6 മന്തിലേക്കുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട. നിങ്ങളൊരു 1 ഇയറിലേക്ക് പ്ലാൻ ചെയ്തിട്ട് പതിയെ 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 അത് പഠിച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള അവസരം നമ്മൾ എയ്ഫർ തരുന്നുണ്ട്. ഓക്കെ. കാര്യം നിങ്ങളെ കൊണ്ട് ഒരു വർഷം കൊണ്ടേ നമ്മുടെ ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റൂ. കാര്യം അത്രമാത്രം കണ്ടന്റ് ഉണ്ട്. 6 മെയിൻ പേപ്പറുകൾ, പിന്നെ 3 കുഞ്ഞു പേപ്പറുകൾ. അപ്പോൾ ഇത്രയും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് MSc കൂടെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പറ്റൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 6 അവർ എങ്കിലും പഠിക്കാൻ വേണം. അപ്പോൾ കോളേജിലെ പഠിത്തം ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുക കോഴ്സിന്. അതിനുശേഷം സെലക്ടഡ് പേപ്പറുകൾ മാത്രം പതിയെ പതിയെ കണ്ടു വരിക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ഞാൻ സെപ്പറേറ്റ് തരാം. അങ്ങനെ കണ്ടു പഠിച്ചു വന്നാൽ മതി. യെസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ. നേരത്തെ ആൻസർ ഞാൻ ചെയ്തില്ലല്ലേ. ഗേറ്റിന്റെ സിലബസ് അപേക്ഷിച്ച് നെറ്റിനെ അപേക്ഷിച്ച് ഭയങ്കര ചെറുതാണ്. ഇപ്പൊ നെറ്റിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഗേറ്റ് പുഷ്പം പോലെ JRF പഠിക്കുന്ന ഒരാളിന് ഗേറ്റ് ഒരു 50-60 മാർക്കെല്ലാം സ്കോർ ചെയ്ത് ഒരു 100-നകത്ത് വരാൻ പറ്റും. ഓക്കെ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കൂടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റ് ഷീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ബാക്കിയെല്ലാം നമ്മുടെ നോട്ട് തന്നെയാണ് മെറ്റീരിയൽ. അത്രമാത്രം ഉണ്ട്. അല്ലാണ്ട് അഡീഷണൽ പ്രിന്റഡ് മെറ്റീരിയലും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. ബാക്കി നിങ്ങൾക്ക് ഫോർമുല ഷീറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ആപ്പിൽ കണ്ടമാനം ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റിന്റെ എല്ലാ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കൊരു 50-60 ടെസ്റ്റുകളെങ്കിലും ഉണ്ടാവും. വീക്കിലി നമ്മൾ പേപ്പർ എടുക്കുന്ന 2 എണ്ണമാണ്. അറ്റ് എ ടൈം 2-3 പേപ്പറാണ് നമ്മൾ പാരലി പോകുന്നത്. അപ്പോ ആലോചിച്ച് നോക്കുക, ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നു വിചാരിക്കാം. ഒരു 150 ദിവസം നമുക്കിടാം. അങ്ങനെയാണെങ്കിൽ തന്നെ 1500 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. പ്ലസ് ഒരു വീക്കിൽ നിങ്ങൾ 30 ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് എഴുതുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മാസം 4 എക്സാം, 120 ഇൻറ്റു 5 മാസം, അങ്ങനെ 600 മിനിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകൾ പഠിച്ചു പോകുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു 6 മന്തിൽ ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ജോയിൻഡ് ആയ കുട്ടികളെ വച്ചിട്ട് ഓൾറെഡി നമ്മുടെ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക് മെക്കാനിക്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ക്ലാസിക്കൽ മെക്കാനിക്സ് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വീക്കിന് ശേഷം ഒരു മന്തിന് ശേഷം വന്നാലും നമ്മൾ അഡ്മിഷൻ തരും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും പേപ്പർ നിങ്ങൾ ബാക്കിലായി പോകും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പഠിച്ച കുട്ടികൾക്ക് ബാക്കി പേപ്പറുകൾ പഠിക്കാൻ ഈസി ആയിരിക്കും. മാത്തമെറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സും കൃത്യം പഠിക്കുന്ന പിള്ളേർക്ക് ബാക്കി പേപ്പറുകളെല്ലാം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, എന്നെ കൊണ്ട് പറ്റൂലേ, അങ്ങനെ ഒരു ഡൗട്ട് വരും. അത് വരാണ്ടിരിക്കാൻ ഫ്രം ദ ബിഗിനിങ് ബേസിക് തൊട്ട് തന്നെ നിങ്ങൾ പിക്ക് ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ MSc ശേഷം ഞാൻ 4 വർഷത്തിന് ശേഷമാണ് ഈ JRF ക്ലിയർ ചെയ്യുന്നത്. കാര്യം എനിക്ക് അന്ന് ഒരു കോച്ചിങ്ങിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ ഓൺലൈൻ കോച്ചിങ് സിസ്റ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, ഒരു സെന്ററിൽ പഠിപ്പിക്കാനാണ് പോയത്, ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ. പക്ഷേ ഇത് എൻ്റെ ഒരു പാഷനായിട്ട് കിടന്നു മനസ്സിൽ. അപ്പൊ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. എന്ത് ചെയ്തു, ഒരു കോച്ചിങ് സെന്ററിൽ പോയി ഫുൾ ഡെഡിക്കേഷൻ. അതായത് ഞാൻ ഏതാണ്ട് 16 മണിക്കൂർ വരെ ഡെയിലി പഠിക്കുമായിരുന്നു ആ ടൈം. ഒരു ഫൗണ്ടേഷൻ എനിക്കുണ്ടായി. 16 മണിക്കൂറുള്ള എൻ്റെ ഹാർഡ് വർക്ക് കൂടെ കാരണം ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ. അവിടെ ഞാൻ പറയുന്നു ഐ ടുക്ക് കോച്ചിങ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോച്ചിങ് സെന്ററിന് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഗോൾസ്റ്റൈന്റെ ബുക്ക് കൊടുത്ത് വെച്ചിട്ട് അതിന്റെ ഡെറിവേഷൻസും പഠിച്ച് ആ ബുക്ക് മൊത്തം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണ്ട എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ഒരു 6 മന്തിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ എല്ലാം പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് മെയിൻ ആയിട്ടുള്ള ഏരിയ അതെല്ലാം കൺസെപ്റ്റ് മനസ്സിലാക്കി അതിലെ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ ചെയ്യാൻ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു രസമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഓൺ സീനകത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിനിമം പഠിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളങ്ങ് ഉഷാറായി പോകും. അത് പഠിക്കണമല്ലോ ഇത് പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പം ഒരു 5 മണിക്കൂർ പഠിക്കാന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ഇതിനകത്ത് കയറുന്നത്. പക്ഷേ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചോളും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചൊരു ടൈം 13 to 16 hours വരെ. അതായത് ഉറങ്ങാൻ വേണ്ടി മാത്രം ഞാൻ 6 hour എടുക്കും, ബാക്കി ടൈം പോയിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. തള്ളല്ല, ഇത് സത്യമാണ്. ഞാൻ ആ ടൈമിൽ പഠിച്ച ഓരോ ദിവസവും ഞാൻ എത്ര മണിക്കൂർ പഠിക്കുമെന്ന് ഞാൻ എഴുതി വെക്കും. അതായത് ഓരോ ദിവസം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും സമയം ഞാൻ പഠിച്ചു.
അതിന് എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കോച്ചിങ് ഫീൽഡിൽ നിന്നതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അത്ര സമയം വേണം. ഇപ്പോ കുട്ടികളെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇതേ എനർജി അതേ കമ്മിറ്റ്മെന്റ് ഞാൻ കാണിക്കും. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോബ് ഒന്ന് റിസർച്ച്, ഒന്ന് ടീച്ചിങ് ആണ്. അപ്പോൾ ഡെയിലി എത്ര അവർ പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ സബ്ജക്ട് നോളജ് പോലെ ഇരിക്കും. അതാണ് ആൻസർ. നിങ്ങൾക്കിപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ് ഒക്കെ എല്ലാം തിയറി അറിയാമെങ്കിൽ നിങ്ങളെ പ്രോബ്ലം മാത്രം ചെയ്താൽ മതി. അത് എത്ര അവർ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സിലബസ് കവർ ചെയ്ത് എടുക്കാൻ പറ്റും, അത്രയും പഠിക്കണം. നമ്മുടെ കോച്ചിങ് സെന്ററിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഡെയിലി ഒരു 5 to 6 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 to 3 മണിക്കൂർ, 4 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ 10 മണിക്കൂർ നിർബന്ധമായിട്ടും പഠിക്കേണ്ടി വരും. പ്ലസ് അഡീഷണലി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങളെ കൂടുതൽ ഗ്രാജുവലി ഉയർത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ആവശ്യം വരില്ല, കാര്യം അത്രമാത്രം മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ തരും. അതെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് വന്നാൽ ഈസിയാണ്, സിമ്പിൾ ആയിട്ട് ഈ എക്സാം പിടിക്കാം നമുക്ക്. നമ്മുടെ മേജർ ഫോക്കസ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോണിക്സ് 5 പേപ്പറുകൾ, തെർമോസ്റ്റാറ്റ് 6 പേപ്പറുകൾ. ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം. 200 മാർക്കിൽ ഒരു 80 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 100, 115 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ JRF. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സാം ഡിഫിക്കൽട്ടി കേട്ടോ. പിന്നെ കുഞ്ഞു പേപ്പറുകളുണ്ട്. ആ കുഞ്ഞു പേപ്പറുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടും. സോളിഡ് സ്റ്റേറ്റ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ, ന്യൂക്ലിയർ. ഓക്കെ, അപ്പോ കുട്ടികളെ നിങ്ങൾ വേഗത്തിലൊരു ഡിസിഷൻ എടുക്കുക. നമ്മളോടൊപ്പം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ വരിക. കാര്യം നമ്മൾ ഓൾറെഡി ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ ഒരു ലേറ്റ് ജോയിനർ ആവാണ്ടിരിക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നാളെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്കുക. അല്ലെങ്കിൽ നമ്മൾ ലൈവ് എടുത്തു പോകുന്ന സെഷൻസ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡറായി പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാണ്ട് ഫുൾ ലൈവായിട്ട് കാണുന്ന രീതിയിലേക്ക്, ബാക്കി നമ്മൾ പറയുന്ന മാത്രം റെക്കോർഡഡ് സെഷൻസ് കവർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. ലൈവ് ടൈം, ഇപ്പൊ നമ്മൾ ലൈവ് ടൈം ക്ലാസിക്കൽ മെക്കാനിക്സ് പേപ്പർ തുടങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നത് മോർണിംഗ് 5:30 to ആണ്. ഒരു സെഷൻ രാവിലെ 5:30 നമ്മൾ എടുക്കും. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാച്ചില് കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ലൈവ് സെഷൻസ് നമ്മൾ വയ്ക്കണമെങ്കിൽ 5:30. പിന്നെ എന്തുകൊണ്ട് 5:30 എന്ന് വെച്ചാൽ വേറൊരു കാര്യം, നമ്മൾ അത്രയും നേരത്തെ തന്നെ നമ്മൾ ആക്റ്റീവ് ആവാൻ തുടങ്ങുകയാണ്. ഇപ്പൊ രാവിലെ തന്നെ ഒരു സെഷൻ അങ്ങ് കഴിഞ്ഞാല്, അല്ലെങ്കിൽ 2 സെഷന്റെ ക്ലാസ് കഴിഞ്ഞാല് പിന്നെ ഫുൾ ഡേ നിങ്ങൾക്ക് ആ അസൈൻമെന്റ് ചെയ്യാനും വേണമെങ്കിൽ റെക്കോർഡഡ് സെഷൻ കാണാനും നിങ്ങൾക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിനും ഉള്ള സമയം കിട്ടും. സോ നമ്മുടെ സെഷൻ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് 5:30 ഒരു സെഷൻ, സെക്കൻഡ് സെഷൻ ഒരു 7 o'clock ആ ടൈം വല്ലതും ആയിരിക്കും. പിന്നെ ഈവനിങ് ഒരു സെഷൻ. ഡെയിലി 2 അല്ലെങ്കിൽ 3 ലൈവ് നമ്മൾ തരും കേട്ടോ. JRFന് ആക്ച്വലി ഏജ് ഉണ്ട്, ലിമിറ്റഡ് ടു ആക്ച്വലി എന്റെ അറിവിൽ അത് 28 ആണേ. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പോ അതായത് മുമ്പ് അത് 28 ആയിരുന്നു. ഇപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യണം. ഫോർ ദ മൊമെന്റ് എന്റെ അറിവ് വെച്ച് അത് 28 ആണ്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ MSc കഴിഞ്ഞ് കുറച്ച് ലാഗ് ആയി പോയില്ലേ, അയ്യോ ആ സിലബസ് പഠിക്കാൻ പറ്റുമോ, അതൊന്നും നിങ്ങൾ പറയേണ്ട. ഞാൻ തന്നെയാണ് അതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളും കൂടെ ചേർത്തിട്ടുള്ള കോഴ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ല, നിങ്ങളെ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അത് തൊട്ടേ നമ്മൾ പഠിപ്പിച്ചെടുക്കും. +2ന്റെ ടെസ്റ്റ്, അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനാണ് കേട്ടോ. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്ത് റിഫ്രഷ് ചെയ്ത് വരുന്ന നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്നെ പഠിപ്പിച്ചു തുടങ്ങും. സാറേ ഇത് ഇങ്ങനെയല്ലേ എന്ന് പറയും. ഓക്കെ, വേറെ എന്തെങ്കിലും?
ഡെഫിനറ്റ്ലി MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സംഭവം മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്രാക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇല്ലാത്തതെങ്കിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഇഷ്ടം പോലെ പ്രോബ്ലം ചെയ്യിക്കും. രാവിലെ 5:30 സെഷൻ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സിന് പോവാം. ഇവിടുത്തെ സ്റ്റഡി നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. കാര്യം ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഇത് ഇന്നതിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് MSc പഠിത്തത്തിനൊപ്പം തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ കോച്ചിങ്ങിന് വേണ്ടി 1 വർഷം പോണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ MSc പഠിക്കുന്നവരാണെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി കുറച്ച് ചേഞ്ച് ചെയ്ത് പഠിക്കണം. കാര്യം ബാക്കിയുള്ളവർ ഒരു 6 മണിക്കൂർ ഞാൻ പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങനെ നിർബന്ധിപ്പിക്കാൻ പറ്റൂല. കാര്യം നിങ്ങൾക്ക് രാവിലെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം, പിന്നെ കോളേജിലെ കാര്യം പഠിക്കണ്ടേ, അപ്പൊ അതിന് നിങ്ങൾക്ക് സമയം വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് കണ്ടാൽ മതി. ഒരു 1 ഇയറിലേക്ക് കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാം. MSc കഴിയും മുമ്പ് തന്നെ ക്രാക്ക് ചെയ്യാം. കാര്യം മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റും സെക്കൻഡും സെമ്മും കൊണ്ട് മാത്തമെറ്റിക്കൽ ഫിസിക്സ് തീരും. നെറ്റിന് 40 തൊട്ട് 55 മാർക്കിന് വരെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 35 മാർക്ക് കിട്ടിയെന്ന് വെച്ചോ. ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എല്ലായിടത്തും പഠിപ്പിക്കും. അപ്പൊ ഇതും ഈ 40 മാർക്ക് വെയിറ്റേജ് ഉള്ളതാ. അതിൽ നിന്ന് 30 വീതം കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ തന്നെ 100 ഇനി കിട്ടിയില്ലെങ്കിൽ ബാക്കി പേപ്പറുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഡോണ്ട് വറി. MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അതിനാണ് കൂടുതൽ ചാൻസ്. ഇൻ ദ സെൻസ് നിങ്ങൾ കോളേജിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഫുൾ ടൈം നിങ്ങൾ പഠിത്തത്തിലുമാണ്. അതിനോടൊപ്പം മോർണിംഗിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ ഫോക്കസ് എല്ലാം ക്ലിയർ ആവും. മറ്റേത് നിങ്ങൾക്കൊരു ചിന്തയാണ്, അയ്യോ MSc പഠിച്ചിട്ട് എന്തോന്ന്, ഇനിയിപ്പോ കോളേജിൽ സാറന്മാരെ നേരെ പഠിപ്പിച്ചില്ലെങ്കിൽ വിഷമം. ആ വിഷമമൊക്കെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറും. നിങ്ങൾക്ക് ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാം രാവിലെ ആയതുകൊണ്ട്. ഓക്കെ, എന്താണ്? ഹലോ, ഹലോ, കട്ടായോ? ഞാൻ കേട്ടില്ല കേട്ടോ, ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വെബിനാറിൽ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻസ് കേൾക്കുന്നത്. ഈ ഒരു എൻത്യൂസിയാസം നിങ്ങൾ പഠിക്കാനൂടെ കാണിച്ചാൽ നമുക്ക് ഒരുമിച്ച് JRF അടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അധികം ലേറ്റ് ആക്കാണ്ട് ഒരു ഡിസിഷൻ എടുക്കുക. ബാക്കി ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ചെയ്യണേ, ഡിലേ ആക്കാണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അടുത്തേക്ക് മാറ്റി വെച്ചോളൂ. ഇറ്റ്സ് അപ് ടു യു, ഡിസിഷൻ ഈസ് അപ് ടു യു. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുട്ടികളെ? ഇല്ല, സ്റ്റോപ്പ് ചെയ്യട്ടെ? വേറെ സംശയത്തിലുണ്ടോ? അപ്പൊ ശരി, നിങ്ങളൊരു നല്ല ഡിസിഷൻ എടുക്കുക. നമുക്ക് കാണാം. താങ്ക് യു.